ഹലോ മച്ചന്മാർ, എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളിവിടെ പൊളിയിലാട്ടോ. ഇന്ന് നമ്മളിവിടുത്തെ സ്ലാബ് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബിൽഡിങ്ങിൻ്റെ വീടിൻ്റെ സ്ലാബൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല സുഖമാണ് പൊളിക്കാൻ. ഇതാകുമ്പോൾ ലേസർ റിസ്ക്കാണ്. വീടിൻ്റെ ഇതാകുമ്പോൾ മെല്ലെ ചുമരിൻ്റെ മുകളിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മെല്ലെ ഇട്ട് സ്പാൻ്റെ നെട്ട ലൂസാക്കി മെല്ലെ തള്ളിൻ്റെ സാധനമായിട്ട് പോകും. ഇത് അത്ര പെട്ടെന്ന് കിട്ടില്ലല്ലോ. പക്ഷേ നമ്മളിവിടെ 2 സ്റ്റേജ് കൊണ്ടുവന്ന് ഇത് ഉയരം കെട്ടിണ്ടാക്കുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്. അതുകൊണ്ട് നമ്മൾ സ്റ്റേജ് ആകുമ്പോൾ സുഖമാണല്ലോ. ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് പൊളിച്ചാൽ മതി. ഒരു സ്റ്റേജ് ഇവിടെയും വെച്ചിന്, ഒരു സ്റ്റേജ് ഇവിടെയും അവിടെയും വെച്ചിന്. അപ്പോൾ ഈ 2 സ്റ്റേജും വെക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. പക്ഷേ 2 സ്റ്റേജ് ഒരു റൂം വെച്ചാൽ പ്രശ്നമാണ്. അന്ന് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള കളിയാണ്. അവിടെ പാകിസ്ഥാനും ഇവിടെ ഇന്ത്യയും. ഇങ്ങനെ ആകുമ്പോൾ എന്താ അറിയോ, ഇടയ്ക്ക് പോലും നോക്കും പാകിസ്ഥാൻ്റെ സ്ഥിതി എന്താന്ന്. ഇന്ത്യ ഇടയ്ക്ക് നോക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ്ട് നമ്മളെ പണി ഏകദേശം നമ്മൾ 11 മണിയാകുമ്പോൾ നമ്മൾ തീർക്കാനുള്ളൊരു കാഴ്ചപ്പാടിലാണ്. ഇത് പൊളിച്ചിട്ട് വേണം. മുകളിൽ ഇന്നലെ വെച്ച ഫില്ലറൊക്കെ പൊളിക്കാണ്ട് ഇതൊക്കെ പൊളിച്ച് ഒരു 11-11:30 വണ്ടി വരും. ആ വണ്ടി വരുന്ന മുമ്പ് ഏകദേശം നമ്മളെ ഈ പരിപാടികൾ തീർക്കണം. ഓക്കെ, എന്നാൽ പറഞ്ഞിട്ടാ യുദ്ധം തുടങ്ങല്ലേ? ജുനൈദ് റെഡി? പാകിസ്ഥാൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള മാച്ച് കഴിഞ്ഞിട്ടോ. 11 കാലം നമ്മൾ ഫുള്ള് പൊളിച്ച് കഴിഞ്ഞ് ഒരു ലോഡ് സാധനം നമ്മൾ വണ്ടി കയറ്റിപ്പോൾ അടുത്ത സൈറ്റിലേക്ക് പോവാണ്. ഒരു ലോഡ് സാധനം വണ്ടി കയറ്റി കൊടുത്ത് അടുത്ത സൈറ്റിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ലേശം ഒന്ന് വെയിൽ കിട്ടാണ്ട്, ഒന്ന് വെയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് മിയാമിയായി. ഇതിപ്പോൾ ഫുള്ള് പൊളിച്ച ഈ സമയം കറക്റ്റ് സമയം ഉണ്ടാണ്. ഒന്ന് വെള്ളം വലിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് റെഡിയായി. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി ലോഡൊക്കെ കയറ്റി കൊടുത്ത് ഇനി നമ്മൾ ഇന്നലെ വെച്ച ഫില്ലർ ഊരാണ്ട് ആ വണ്ടി തിരിച്ച് വരുമ്പോഴത്തേന് ഈ പെട്ടിയൊക്കെ ഊരി റെഡിയാക്കി വെച്ചാൽ ഈ ലോഡ് നമ്മൾ വണ്ടിയിലോട്ട് കയറ്റാൽ ഇന്നത്തെ ദിവസമായിട്ട് കണക്കായി. ഓക്കെ, ഈ ഫില്ലർ ഊരാണ്ട് ഒലി പോയി ഇറക്കി, 2 ആൾ പോയി ലോഡ് ഇറക്കാൻ, ഒലി പോയി ഇറക്കി വരുമ്പോഴത്തേനും ഈ പെട്ടി ഫുള്ള് ഊരി സെറ്റാക്കി വെച്ചാൽ മതി. എന്നാൽ ഒരു 2 ആൾ ലോഡ് കയറ്റുമ്പോഴത്തേനും അടിയിൽ കുറഞ്ഞ് ആണിയൊക്കെ കുറച്ച് ഫുള്ള് റെഡിയാക്കാണ്ട് ഫുള്ള് കുറച്ച് റെഡിയാക്കിയാൽ അൽഹംദുലില്ലാ ഒന്നും സംഭവിക്കാണ്ട് ഇന്നത്തെ പണിയും തീർന്നെന്ന് പറയാം. അപ്പോൾ നമ്മൾ പെട്ടികളൊക്കെ ഊരി റെഡിയാക്കി വെച്ചിട്ടുണ്ടോ. ഇനി വണ്ടി വന്നിട്ടുണ്ട്, അതിലെങ്ങനെ നേരെ വണ്ടിയിൽ നേരെ താഴേക്ക് കൊടുത്താൽ മതി. എല്ലാ പെട്ടി ഊരി ഫില്ലറൊക്കെ ഫുൾ മിയാണ്. ഹൈ, അലുവ മാതിരി, കോഴിക്കോടൻ അലുവ. എന്താണ് ഫിനിഷിങ്. ഒക്കെ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഒന്നുകൂടി വൃത്തി വരും. ഉണങ്ങാണ്ട് ഇതിപ്പോൾ ഇന്ന് ഫുള്ള് പെട്ടി പൊളിച്ചതും ഇന്നലെ പൊട്ടി പൊളിച്ചതൊക്കെ ആയതുകൊണ്ടാണ് ക്ലിയർ വൃത്തിയുണ്ട് വരാത്തത്. അത് നാളത്തോടൊരു 2 ദിവസം കഴിഞ്ഞ് 2 വെയിൽ കിട്ടിയിട്ട് റെഡി. അപ്പോൾ നമ്മൾ വണ്ടി നേരെ ഇവിടെ ബേക്ക് വെച്ചിങ്ങാട്ട് നേരെ 3 സാധനം ഇറക്കാം കേട്ടോ. എന്താ സുഖം എന്നറിയോ, മറ്റ് സ്റ്റെപ്പ് ഇറങ്ങി കൊണ്ടുവരുമ്പോൾ ആൾക്കാർ കുഴങ്ങി പോകും. ഇതാകുമ്പോൾ ഒരു കുഴക്കമില്ല. നേരെ മുകളിൽ നിങ്ങോട്ട് നേരെ വണ്ടിയിലേക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടില്ല. ഇതൊക്കെ ഐഡിയക്കാണ് പൈസ. വെറുതെ പൈസ വാങ്ങിയിട്ട് കാര്യമില്ല. ഐഡിയക്ക് നേക്കിനാണ് പൈസ. ഹലോ, ഇത് നമ്മളെ സ്ഥിരം വണ്ടിയാണ്. സാധാ വണ്ടിക്ക് 500 റുപ്യാണ്, നമ്മളിതിന് 350 റുപ്യ കൊടുക്കല്. അല്ല ശരിയല്ലേ? സാധാ വണ്ടിക്ക് 500 എടുത്ത് 350 കൊടുക്കല്. നമ്മളെ സ്ഥിരം വണ്ടിയാണ്. അല്ലാതെ മതി. ഇറക്കി മുറിച്ചാ എന്ത് കളിയാണ് കളിക്കണേ? ഇത് ഫുള്ള് പെട്ടി ഇങ്ങനെ മുകളിൽ ഇങ്ങോട്ട് ഇറക്കല്ല ഞാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇങ്ങനെ ആകുമ്പോൾ നല്ല സുഖം. വണ്ടി നേരെ വെച്ചിങ്ങാട്ടി നേരെ ഇറക്കാനേ നമുക്കൊരു പകുതിയല്ല മറ്റേ അതിൽ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ചില സ്ഥലത്ത് അൽഹംദുലില്ലാ പടച്ചിറപ്പോൾ നമുക്ക് ഓരോരോ സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. അതുകൊണ്ട് വലിയൊരു ഇടങ്ങേറിലാണ് നമ്മൾ പരിപാടികൾ അങ്ങനെ വേഗം തീർക്കാം. അതേപോലെ തന്നെ നമ്മൾ 6 ആൾക്കാരുണ്ട്. 6 ആൾക്കാരുണ്ടാണ്ട് സുഖമല്ല. അങ്ങോട്ട് മാറി പണിയെടുക്കുക. ആരും കുഴങ്ങൂല. മറ്റൊക്കെ ഒരുത്തം തന്നെ പണിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലേ. ഇപ്പോൾ ഓരോരുത്തർ മാറി പണിയെടുക്കും ബുദ്ധിമുട്ടില്ല. ഒരു പ്രശ്നമില്ല. ഓലിങ്ങനെ സാധനം കറക്കണം. ഞാൻ അങ്ങനെ വീഡിയോ പിടിക്കാൻ ഒരാൾ വേണമല്ലോ. അപ്പം എൻ്റെ പണി വീഡിയോ പിടിക്കാനുള്ള ഓല നേക്കിനങ്ങനെ ഓലങ്ങനെ കൈകാര്യം ചെയ്യും. ഏറ്റവും നല്ല സുഖം ഇങ്ങനെ നമ്മൾ നല്ല സുഖം കിട്ടി. അതിന് പ്രശ്നമില്ല. മറ്റേ അപ്പത്തൊരു പെട്ടി ഇറക്കി കൊണ്ടുവരും ഭയങ്കര റിസ്ക്കാണ്. 7 സെറ്റ് പെട്ടി ഇറക്കുക എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ പണി ആന ഉണ്ടാവും. 7 സെറ്റ് പെട്ടി ഇറക്കുക, അത് 2 ആളുകൊണ്ട് കഴിയില്ല. കുഴങ്ങി പോകും മനുഷ്യന്. ഇതിങ്ങനെ മൊത്തം ഒറ്റയടിക്കുമ്പോൾ ഇങ്ങനെ നല്ലൊരു അവസരം നമ്മൾ ഒരുക്കിയത് കൊണ്ട് എന്തായാലും എല്ലാം അപ്പണിയും ഇപ്പണി എല്ലാ പണിയും നമ്മൾ നേക്കിന് പരിപാടി കഴിഞ്ഞിട്ട്. ഓക്കെ, താങ്ക് യു. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് നാളെയും കാണാം. ഓക്കെ, ഗുഡ് ബൈ.